ചുരുട്ടിക്കൂട്ടിയൊക്കെ വലിച്ചെറിയുന്ന ഇതുപോലത്തെ നിസ്സാരമായിട്ടുള്ളൊരു പേപ്പറാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പം നമ്മുടെ ന്യൂസ് പേപ്പർ ഒരു ചെറിയൊരു കഷ്ണം മതി നമുക്ക്. അത്രയും സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കും ചെയ്യാം. എന്നാൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും. കണ്ടോ, ഇതുപോലെ ചോട്ടും തന്നെ ചക്ക കായ്ച്ച് വരും കേട്ടോ. എളുപ്പമാണ് ചെയ്യാൻ. അപ്പം തോട്ടിയും വടിയും ഒന്നും വേണ്ട, എളുപ്പത്തിൽ എല്ലാവർക്കും പറിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പം ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചക്ക ഉണ്ടാവുന്നതിൻ്റെ ഒരു 2-3 മാസം മുന്നേ വേണം കേട്ടോ. ആ ഒരു മാസം മുന്നേ വേണം ചെയ്യാൻ. എന്നാലാണ് നമുക്ക് ചക്ക ഉണ്ടാവാനാവുമ്പോഴേക്ക് കള പൊട്ടി പെട്ടെന്ന് ഇതുപോലെ ചക്ക തിങ്ങി നിറഞ്ഞ് കായ്ച്ച് നിൽക്കുന്നത്. അപ്പൊ ചോട്ടിന്ന് ചക്ക കായ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. തുണി വെച്ച്, ചാക്ക് വെച്ച്, പ്ലാസ്റ്റിക് കവർ വെച്ച്, ടിഷ്യൂ പേപ്പർ വെച്ചൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ ചെയ്യുന്ന രീതി കറക്റ്റായാൽ മാത്രമാണ് കേട്ടോ റിസൾട്ട് കിട്ടുക. അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടിട്ട്, കഴിഞ്ഞ വർഷമൊക്കെ ഇട്ട വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആളുകൾ ട്രൈ ചെയ്തു, റിസൾട്ട് കിട്ടി ഒക്കെ നമ്മൾ കാണുമ്പോൾ പറയുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടാത്തവർ ഒന്നും കൂടി ട്രൈ ചെയ്യുക. അപ്പോൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് നമ്മുടെ പ്ലാവിൽ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എവിടെയാണ് നിങ്ങൾക്ക് ചക്ക വേണ്ടത്, ഏത് ഭാഗത്താണ് നിങ്ങൾക്ക് ചക്ക വേണ്ടത് എന്നൊക്കെ. അപ്പോൾ ആ ഒരു ഭാഗത്തുള്ള പൂപ്പില് പായലൊക്കെ ഇതുപോലെ നന്നായിട്ട് ചുരണ്ടി മാറ്റിക്കളയുക കേട്ടോ. അപ്പോൾ ഒരു ചിരട്ട് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് അതിൻ്റെ തൊലി ചുരണ്ടി കളയരുത്. അപ്പോൾ ഓവറായിട്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്ലാവ് ഉണങ്ങി പോവാനും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ സമയമെടുത്ത് ചെറുതായിട്ട് ആ ഒരു പൂപ്പൽ, കട്ടിയായിട്ട് നിൽക്കുന്ന പൂപ്പലൊക്കെ ഒന്ന് മാറ്റി കളയുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പിന്നെ എല്ലാ ഭാഗത്തും ഒരു നല്ല ഭാഗം നോക്കി ചെയ്യുക കേട്ടോ. ഇപ്പോൾ ചില പ്ലാവിലൊക്കെ ഇങ്ങനെ ഓവറായിട്ട് ഇങ്ങനെ ഈ ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ മുറിവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അവിടെ നിന്നൊക്കെ മാറ്റിയിട്ട് നല്ല ഭാഗം നോക്കിയിട്ട് ചെയ്യുക. ആ ഒരു സമയം അതൊക്കെ നോക്കുമ്പോഴാണ് കേട്ടോ നമുക്കത് റിസൾട്ട് കിട്ടുന്നത്. നല്ല ഭാഗം നോക്കിയിട്ട് ഇപ്പോൾ നമുക്കൊന്ന് ഏന്തി പറിക്കാനും പറ്റുന്ന രീതിയിലൊക്കെ ആണെങ്കിലും പ്രശ്നമില്ല. ഇപ്പോൾ കുറച്ച് നീളത്തിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പം ഞാനിതാ പച്ചച്ചാണകമാണ് കേട്ടോ. പിന്നെ കഴിഞ്ഞൊരു വീഡിയോയിൽ വന്നൊരു കമൻ്റാണ്, ഉണങ്ങിയ ചാണകപ്പൊടിയിൽ വെള്ളം ഒഴിച്ചിട്ട് ചെയ്താൽ റിസൾട്ട് കിട്ടുമെന്ന്. ഒരിക്കലും കിട്ടൂല കേട്ടോ. ആ ഒരു പണിയെ ചെയ്യണ്ട. കാരണം അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടൂല. പച്ചച്ചാണകം തന്നെ വേണം. പച്ചച്ചാണകമാണ് നമ്മുടെ പ്ലാവിൽ തേച്ച് കൊടുക്കുന്നത് കേട്ടോ. നന്നായിട്ട് തേച്ച് കൊടുക്കുക. എവിടെ ഒരു ഭാഗത്തും ഇല്ലാതെ നല്ലതുപോലെ ചുറ്റുകൊണ്ട് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. കുറച്ച് ലൂസായിട്ട് കലക്കി എടുത്തിട്ട് തേച്ച് കൊടുക്കുക. അപ്പോൾ നല്ലോണം തേച്ച് കൊടുത്തിട്ട് നമ്മളിതാ ഇതുപോലെ ഒരു പേപ്പറിൻ്റെ കഷ്ണം എടുക്കുക. അപ്പോൾ പേപ്പറിൻ്റെ കഷ്ണം നമ്മളിതാ ഇതുപോലെ എടുത്തിട്ട് ഇതിൽ ഒട്ടിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. പേപ്പർ എടുക്കുക, അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഈ ഒരു പേപ്പറിൻ്റെ ചെറിയൊരു കഷ്ണം എടുത്തിട്ട് ഇങ്ങനെ റൗണ്ടായിട്ട് ചുറ്റി വെച്ച് കൊടുക്കുക. പിന്നെ ടിഷ്യൂ പേപ്പറൊക്കെ ആണെങ്കിൽ നമുക്കത് എടുത്ത് മാറ്റി കളയൊന്നും വേണ്ട. ഒരു 1.5 മാസം വരെ ഈ ഒരു തുണിയാണെങ്കിൽ നിങ്ങൾ കെട്ടി കൊടുക്കുന്നതാണെങ്കിൽ തുണി 1.5 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ തുണി അതിന്ന് വിടിയിച്ച് കളയാം കേട്ടോ. അപ്പോൾ പേപ്പറൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ വിടിയിച്ച് കളയേണ്ട ആവശ്യമില്ല. കുറച്ച് കഴിയുമ്പോഴേക്കും അത് ഇങ്ങനെ ഓവറായിട്ട് വെയിൽ കൊള്ളുന്ന സമയത്തൊക്കെ അതുകൊണ്ട് പൊളിഞ്ഞു പോന്നോളൂ കേട്ടോ, വിട്ടു പോന്നോളൂ. അപ്പോൾ നമ്മൾ എടുത്ത് കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിതാ ഇതുപോലെ ആ ചാണകത്തേക്കാണ്ട് പൊട്ടിച്ച് നന്നായിട്ടാണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് സ്വന്തം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ ഈ കാണുന്നത്. ഇപ്പോൾ നമ്മൾ ഒരാൾ വീഡിയോ ഒക്കെ പിടിച്ചു തരികയാണെങ്കിൽ എളുപ്പമായിരുന്നു ചെയ്യാൻ. അപ്പോൾ എനിക്കിത് തനിയെ കാണിച്ച് തരാനുള്ളൊരു പ്രയാസമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ബാക്കൊക്കെ ഒന്ന് ചാണകം വെച്ചിട്ട് അതുപോലെ തന്നെ ഒന്ന് ഒട്ടിച്ച് ഇതുപോലെ വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്. അടിവശത്തേക്കും കുറച്ച് നന്നായിട്ടാണ് ചാണകം തേച്ച് കൊടുത്തോണ്ട് കേട്ടോ. നിങ്ങൾക്ക് എവിടെയൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ അവിടെയൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പ്ലാവിൻ്റെ ചോട് നമ്മൾ കുറച്ച് 4 ഭാഗത്തും കുഴിയെടുക്കുക. കുറച്ചങ്ങ് വിട്ടിട്ട് ഒരു ഇച്ചിരി ഒന്ന് മാറ്റിയിട്ട് പ്ലാവിൻ്റെ മുരട്ടിലേക്ക് ചെയ്ത് കൊടുക്കാതിരിക്കുക. കുറച്ചൊന്ന് മാറ്റിയിട്ട് 4 ഭാഗത്ത് കുഴിയെടുക്കണം. അല്ലെങ്കിൽ തടം എടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കിച്ചൺ വേസ്റ്റ് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുന്നേ നിങ്ങൾ ഇതുപോലെ നമ്മുടെ പിന്നെ കരിയില ഇതുപോലെ കൂട്ടി വെക്കുക. എന്നിട്ട് കത്തിക്കരുത്, ഒരിക്കലും കത്തിക്കരുത്, പുകച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ പുകച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പുക തട്ടുമ്പോൾ പെട്ടെന്ന് കള കൊട്ടാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാനിതാ നമ്മുടെ കിച്ചണിലുള്ള ഓരോ ദിവസം കളയുന്ന നമ്മുടെ മീനിൻ്റെയും അതുപോലെ ചിക്കൻ്റെ ഒക്കെ വെള്ളം ഇതുപോലെ ഞാൻ ഒഴിച്ച് വെക്കും കേട്ടോ. അപ്പോൾ ആ ഒഴിച്ച് വെച്ചത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് അതൊന്ന് കുറച്ചെടുക്കുക. ഇത് നിങ്ങളുടെ പൂച്ചെടികൾക്കൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ പൂക്കളൊക്കെ തിങ്ങി നിറഞ്ഞ് നല്ല കളറിലും ഭംഗിയിലും ഉണ്ടാവാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. എല്ലാ ചെടികൾക്കും ഒരുപോലെ കൊടുക്കാവുന്നതാണ്.
നല്ലതാണ്. പച്ചക്കറികൾക്കൊക്കെ നല്ല റിസൾട്ടാണ്. കാരണം കിച്ചൺ വേസ്റ്റ് നല്ലൊരു NPK ആണ് കേട്ടോ. അപ്പം ഇതുപോലെ നമ്മൾ 4 ഭാഗത്തും കുഴിയെടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് നിങ്ങളൊരു 15 ദിവസം അടുപ്പിച്ച് 2 തവണ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു മാസത്തിൽ 2 തവണ ചെയ്താൽ മതി. പിന്നീട് നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ ചക്ക ഉണ്ടാവാനാവുന്ന സമയത്തേക്ക് ചക്ക തിങ്ങി നിറഞ്ഞു നിൽക്കും കേട്ടോ. കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമാണ് റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പ്ലാവിൻ്റെ മുകളിൽ കമ്പുകളൊക്കെ പിന്നെ ഓവറായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. പിന്നെ പ്ലാവിൻ്റെ ചോട്ടിൽ കുറച്ച് കരിയിലൊക്കെ മാറ്റിയിട്ട് ഇതുപോലെ തടെടുത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. വട്ടത്തിൽ ഇങ്ങനെ തടെടുത്ത് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ നിങ്ങൾക്ക് ഈ കിച്ചൺ വേസ്റ്റൊക്കെ അതിൻ്റെ ചോട്ടിലിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ പ്ലാവിൽ എൻ്റെ ചോട്ടിലാണെങ്കിലും ഈ വേസ്റ്റ് ഇട്ട് പൊതയിട്ട് കൊടുക്കുന്നത് ആ ഒരു തണുപ്പ് കിട്ടാൻ, നമ്മുടെ ചോടിന് നല്ല തണുപ്പ് കിട്ടാനും സഹായിക്കും കേട്ടോ. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഇത്തിരി കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാൻ പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകണ്ട കേട്ടോ.